ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഇതിനിങ്ങനൊരു ഇൻട്രോ എനിവേ എന്തായിരുന്നാലും ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇവിടെ ഈ രണ്ട് കുട്ടികളെ നിങ്ങൾ കാണുന്നുണ്ട്. അതിനകത്ത് പുറകിൽ കണ്ണട വെച്ചൊരു സുന്ദരി കുട്ടി നിൽക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ ആ കുട്ടി ഇന്ന് ഈ ഭൂമുഖത്ത് ജീവനോടെ ഇല്ല. അതിൻ്റെ കാരണം അല്ലെങ്കിൽ ഘാതകർ ഇപ്പോൾ ഒളിവിലാണ്, അഥവാ ഇതിനകത്ത് ഉത്തരവാദിയായിട്ടുള്ള ആൾ ഒളിവിലാണ്. ഈ അമീന എന്ന് പറയുന്ന പെൺകുട്ടി ദുരൂഹമായൊരു സാഹചര്യം, അത് എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള കാര്യത്തിനെക്കുറിച്ച് അന്വേഷണം വേണം. അല്ലെങ്കിൽ ആ ഒരു കാര്യം ഇന്ന് ആ നാട്ടുകാർക്ക് പോലും അധികം അറിയത്തില്ല. ഇതെന്തുകൊണ്ട് മീഡിയാസിൻ്റെ മുമ്പിലേക്ക് എത്തുന്നില്ല എന്ന അടക്കം വലിയൊരു ചോദ്യമായിട്ട് ഇവരുടെ സുഹൃത്തുക്കളടക്കമുണ്ട്. ഇതിനകത്ത് വിശദമായതിൻ്റെ കുറേ ഡീറ്റെയിൽസ് ഞാൻ ഇതിനകത്ത് പുറത്തുവിടുന്നുണ്ട്. എന്നിലേക്ക് എത്തിയതാണ് ഈ ഒരു വിഷയം. കേട്ടപ്പോൾ സങ്കടം തോന്നി. ഇവരുടെ സുഹൃത്തുക്കളൊക്കെ കരഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്. അത് ഇതിൻ്റെ ഒരു പീരീഡ് കഴിഞ്ഞിട്ട് വെറും മൂന്ന് ദിവസത്തിനുള്ളിൽ അവിടെ നിന്ന് പോകേണ്ട, അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ട ആ കുട്ടി, പിന്നെ ആ കുട്ടിക്ക് സംഭവിച്ചത് എന്തെന്നുള്ളൊരു കാര്യം വളരെ വലിയൊരു ചോദ്യമാണ്. ആ കുട്ടി കുറേയധികം ഗുളികകളോ മറ്റോ വലിച്ചു വാരി പെട്ടെന്ന് കഴിച്ച് ഇയാളെ കണ്ടതിന് ശേഷം, അതായത് അവിടുത്തെ ഒരു വ്യക്തി, അതിനെക്കുറിച്ച് വിശദമായിട്ട് ആ കുട്ടിയുടെ തന്നെ ഒരു സുഹൃത്ത് പറയുന്നൊരു കാര്യം വ്യക്തമായിട്ട് നമുക്കത് കേൾക്കാം. അതിനുശേഷം ബാക്കി. ഈ കഴിഞ്ഞ 2 ദിവസത്തെ എൻ്റെ സ്റ്റോറി കണ്ടിട്ട് ഒരുപാട് പേരുടെ മെസ്സേജ് ഉണ്ടായിരുന്നു, ഈ കുട്ടി നിങ്ങളുടെ ആരാണ്, കുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളത്. അമീന എന്ന് പറയുന്ന കുട്ടി എൻ്റെ അനിയത്തിൻ്റെ കൂടെ നഴ്സായിട്ട് വർക്ക് ചെയ്ത കുട്ടിയാണ്. എനിക്കും എൻ്റെ ഫാമിലിക്കും പേഴ്സണലി അറിയുന്ന ഒരു കുട്ടിയാണ്. ഈ കഴിഞ്ഞ ജൂലൈ 12-ാം തീയതി രാവിലെ മുതൽ ഉച്ച വരെ അത്രയും ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്തിരുന്നൊരു കുട്ടി. ഉച്ചയ്ക്ക് ശേഷം കുറ്റിപ്പുറം അമാന ഹോസ്പിറ്റലിൻ്റെ GM അബ്ദുറഹ്മാൻ ഇയാളാണ് കുറ്റിപ്പുറം അമാന ഹോസ്പിറ്റലിലെ GM ആയിട്ടുള്ള ഇയാൾ ആ കുട്ടിയെ മാനസികമായി എന്തോ ടോർച്ചർ ചെയ്യുന്ന രീതിയിലേക്കുള്ളൊരു കാര്യം കാണിച്ചതിന് ശേഷം ആ കുട്ടി ആ നിമിഷത്തിന് ശേഷമാണ് ആ കുട്ടി കടുങ്കയിലേക്ക് പോയിട്ടുള്ളത്. അത് ഇയാളിപ്പോൾ നിലവിൽ ഒളിവിലുമാണ്. ക്യാബിനിലേക്ക് വിളിച്ചെത്തുകയും അവിടുന്ന് കുട്ടിയെ ഹറാസ്മെന്റ് ചെയ്യുകയും അതിനെ തുടർന്ന് ആൾ റൂമിൽ പോയിട്ട് കുറച്ച് മെഡിസിൻസ് കഴിച്ച് മരണപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. കുട്ടിയും അതുപോലെ തന്നെ അവിടെ ഉള്ള ഒരുപാട് സ്റ്റാഫ്സ് ഇയാളുടെ ഹറാസ്മെന്റ് കാരണം ഒരു സർട്ടിഫിക്കറ്റിനും വേണ്ടിയിട്ട് എല്ലാം സഹിച്ചും ക്ഷമിച്ചും നിൽക്കുന്നവരാണ്. 3 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അമീന എന്ന് പറയുന്ന ഈ കുട്ടി ഇവളുടെ ഈ ഒരു ജോലി കംപ്ലീറ്റ് ആക്കി, ഈ ഒരു ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ആക്കി നാട്ടിലേക്ക് റിട്ടേൺ പോകേണ്ട കുട്ടിയാണ്. ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ആക്കി കഴിയുമ്പോഴേക്കും അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് മറ്റെന്തെങ്കിലും ജോലിക്കോ മറ്റുള്ള കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് ഒരു നഴ്സായിട്ടുള്ള ആ കുട്ടി വലിയൊരു ജോലികളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇന്റേൺഷിപ്പിന് അവിടെ ജോലി ചെയ്തിട്ടുണ്ടാവുക. അവിടെ നിന്ന് ചിലപ്പോൾ തുച്ഛമായ സ്റ്റൈഫൻറ്റോ മറ്റുള്ള കാര്യങ്ങൾ കിട്ടും. കൂടുതലും വർക്ക് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം നഴ്സുമാരായിട്ടുള്ള ആൾക്കാർക്ക് ഇത് വ്യക്തമായിട്ട് അറിയാൻ വേണ്ടി പറ്റും. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല. എന്നിരുന്നാലും ആ ഒരു ഇന്റേൺഷിപ്പ് സ്ട്രക്ചർ വെച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അവസാനം അത് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴേക്കും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും, ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഈ വ്യക്തിയുടെ കീഴിൽ എന്ത് അടിമപ്പണി വേണമെങ്കിലും അയാളുടെ തിട്ടൂരവും ധിക്കാരവും അയാൾ പറയുന്ന ഒരു അടിമ ഉടമ സിസ്റ്റം പോലത്തെ കാര്യങ്ങളിലെല്ലാം അവിടെ നിൽക്കുന്ന പെൺകുട്ടികൾ അഥവാ നഴ്സുമാരെ വളരെയധികം മോശമായ രീതിയിൽ ബിഹേവ് ചെയ്യുന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഈ ഒരു അമാന ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ആ പ്രദേശത്ത് തന്നെ ഒരു 10-42 പേരുടെ ഷെയറോടുകൂടി ഇത് ചെയ്യുന്ന ഒരു കച്ചവട സ്ഥാപനം തന്നെയാണ് ആ ഹോസ്പിറ്റൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദിവസം പോലും സഹിക്കാൻ പറ്റാതെ അത്രയും കുട്ടിയെ ഹറാസ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ള ഒരു കാര്യം. ആ ഒരു കുറച്ച് സമയം കൊണ്ട് ആ കുട്ടിക്ക് അവിടെ എന്ത് സംഭവിച്ചു. ഇതിപ്പം മുന്നത്തെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ള കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാളുടെ ഹറാസ്മെന്റ് എല്ലാം സഹിച്ച് അല്ലെങ്കിൽ ഇയാളുടെ എതിർത്ത് പറയാത്ത കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രീഫ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കുട്ടിക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളൊരു ബ്രീഫ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണുള്ളത്. അതല്ല ഇയാളെ എതിർത്ത് സംസാരിച്ച് അല്ലെങ്കിൽ ഇതിനെ ചോദ്യം ചെയ്യുന്ന കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടി ഇവിടെ ആലോചിച്ച് നോക്കൂ, എന്തൊരു തരത്തിലുള്ള ഒരു ഡിസ്ക്രിമിനേഷനിലാണ് ആ കുട്ടികൾ അവിടെ ജീവിച്ചിട്ടുണ്ടാവുക. നമുക്കൊരു കാര്യം, നമ്മൾ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റ് പല തരത്തിലുള്ള ചൂഷണങ്ങളെക്കുറിച്ച് നമ്മൾ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇത് മറ്റൊരു തരത്തിലുള്ള ചൂഷണമല്ലേ? തൊഴിലിടത്തിൽ ഒരു സ്ത്രീകളുടെ ആ സ്ത്രീകളുടെ അവരുടെ വ്യക്തിത്വത്തിന് തന്നെ അല്ലെങ്കിൽ ആ സ്ത്രീത്വത്തിന് തന്നെ ചൂഷണം ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഭീഷണിപ്പെടുത്തി നിർത്തുക. നിനക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് വേണ്ടേ, ആ സർട്ടിഫിക്കറ്റിന് ഞാൻ പറയുന്ന പണി ചെയ്യണം. അങ്ങനെ പല തരത്തിലേക്ക് ആ സ്ത്രീകളെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആ കുട്ടികളെ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിനകത്ത് ഈ 2 തരത്തിലുള്ള ഒരു ഫോട്ടോയും അഥവാ ഇതിനെക്കുറിച്ചുള്ള ആ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയോടെ വച്ചെന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും 2ൻ്റെ വ്യത്യാസം. ഇതിനകത്ത് വളരെ സിമ്പിളായിട്ട് എഴുതിയിരുന്നു, മറ്റേതിനകത്താണെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരടക്കം വ്യക്തമായിട്ടുള്ള ഉണ്ട്. അയാൾ പറയണത് കേൾക്കണം. അപ്പോൾ അയാൾ എന്തൊക്കെ പറയുമെന്ന് നമുക്കറിയൂ. ചിലപ്പോൾ ആ കുട്ടിയോട് എന്തായിരിക്കും അയാൾ പറഞ്ഞിട്ടുണ്ടാവുക, ആ കുട്ടിയുടെ ജീവൻ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് ഇത് അറിയില്ല എന്നുള്ളതാണ്. ഇത് ന്യൂസ് മീഡിയാസ് ഒന്നും ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ഷോർട്ട് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ പേടിച്ചിട്ടാണ് ആരും ഇതുവരെ ഒന്നും മിണ്ടാഞ്ഞത്. ഈ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുന്നവരെ ആരും ഒന്നും മിണ്ടാതെ നിന്ന ഇതുകൊണ്ട് മാത്രമാണ്. പക്ഷെ ഇത്രയും ബോൾഡ് ആയിട്ടുള്ള ഒരു കുട്ടി, അന്ന് രാവിലെ വരെ അത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരു കുട്ടി, ആ ഒരു കോൺവെർസേഷന് ശേഷം ആ കുട്ടിയുടെ അത്രയും
ഇമോഷണലി അല്ലെങ്കിൽ ആ കുട്ടിക്ക് അത്രയും സഹിക്കുക വയ്യാത്ത എന്തൊരു കാര്യം അവിടെ നടന്നിട്ടുണ്ട്. ഇയാളുടെ ഹാറാസ്മെന്റ് സഹിക്കുക വയ്യാതെ ഇറങ്ങിപ്പോയ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ വേറെ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോഴും സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവര് നോക്കിയിട്ട് വേണം അവരുടെ കുടുംബം പോകാനെന്നുള്ളത് പേടിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാതെ ഇപ്പോഴും അത് സഹിച്ച് നടക്കുന്ന ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെയുള്ള ദുരനുഭവങ്ങളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹോദരിമാർ ദയവായി, മറ്റുള്ളവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള ആരെങ്കിലും ദയവായി ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഇത് പൊതുജനങ്ങൾ കാണട്ടെ എന്താണ് അവിടെ നടക്കുന്നുള്ള കാര്യം. ഈ വ്യക്തി അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിയോ മറ്റുള്ളവരോ നിങ്ങളെ ചൂഷണം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് എത്തട്ടെ. കുറച്ച് പേർക്കെങ്കിലും നല്ല മനസ്സുള്ള മനുഷ്യർ നിങ്ങളെ ഈ ഒരു കാര്യം കാണാനും അല്ലെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ചിലപ്പോൾ നടത്തിയേക്കും. എന്തായാലും ആ കുട്ടിക്ക് നീതി ലഭിക്കണം, അല്ലെങ്കിൽ ഈ അഫക്റ്റഡ് ആയിട്ടുള്ള മുഴുവൻ ആൾക്കാർക്ക് നീതി ലഭിക്കണം. ഈ ഹോസ്പിറ്റലിലുണ്ട്. മരണപ്പെട്ട ഞങ്ങളുടെ സുഹൃത്തായിട്ടുള്ള അമീനയ്ക്കും അതുപോലെ തന്നെ ഈ ഹറാസ്മെന്റ് സഹിച്ചും ക്ഷമിച്ചും നിൽക്കുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ട് അവർക്ക് നീതി കിട്ടണം. അതിനു വേണ്ടിയിട്ട് ഈ കുറ്റിപ്പുറം അമാന ഹോസ്പിറ്റൽ മാനേജ്മെന്റിനും അതുപോലെ തന്നെ GM അബ്ദുറഹ്മാനെതിരെ ഞങ്ങളൊരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. വിത്തിൻ 24 hours FIR ഫയൽ ചെയ്യുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതുപോലെ തന്നെ എല്ലാ പാർട്ടിക്കാരും ഞങ്ങൾ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ട് എന്താണോ കഴിയുന്നത്, ഞങ്ങളെ കൊണ്ട് പറ്റുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ. അവൾക്കുള്ള നീതി കിട്ടണം. അതുപോലെ തന്നെ അവർക്ക് ഇവളത് ചെയ്യാൻ കാരണക്കാരായിട്ടുള്ള ആളുകൾക്കുള്ള ശിക്ഷയും വാങ്ങിക്കൊടുക്കണം. എന്തെല്ലാം പ്രതീക്ഷയോടുകൂടി ആ വീട്ടുകാരെ വളർത്തിയിട്ടുണ്ടാവും അല്ലേ? ആ കുട്ടി, ആ മാലാക കുട്ടി എന്തെല്ലാം പ്രതീക്ഷയോട് എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് സ്വപ്നം കണ്ടിട്ടുണ്ടാവും അല്ലേ? ഒരു നിമിഷം കൊണ്ട് ആ ഒരു നന്നായിട്ട് തെളിഞ്ഞു കത്തിയ ഒരു ദീപത്തിന് ഊതി അണച്ചതുപോലെ ആയില്ലേ? ഇതുപോലെ എത്രയോ സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന പല കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ സ്തബ്ധരായിട്ട് നമുക്ക് പെട്ടെന്ന് #, ഇടാൻ തോന്നും. നമുക്ക് ജസ്റ്റിസ് ഫോർ സംതിങ്, അല്ലെങ്കിൽ ഒരു പേര് മാത്രമേ മാറുന്നു, ജസ്റ്റിസ് ഫോർ. ഇത് നമ്മൾ നിരന്തരം ഇത് ചെയ്യുന്നു. പക്ഷേ ഒരു കോർ ഫാക്ടർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാത്തിൻ്റെ കാരണം പല ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ശബ്ദം ഉയർത്തുന്ന സമയത്ത് ആ ശബ്ദങ്ങൾ കേൾക്കാതെ പോവുകയും ആ ശബ്ദം ഉയർത്തിയ ആൾക്കാർ പിന്നീട് അവർക്ക് നീതി ലഭിക്കാത്തത് കൊണ്ട് കഴുമരങ്ങളിലേക്ക് സ്വയം ചെന്ന് കയറുകയും ചെയ്യുന്നൊരു കാഴ്ച, അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നൊരു കാഴ്ച. അതിനുശേഷം നമ്മളെല്ലാവരും ഉച്ചത്തിൽ വിളിച്ച് പറയും അന്ന് അവർ പറഞ്ഞപ്പോൾ നമ്മൾ കേൾക്കണമായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇന്ന് ഈ കുട്ടി പോയി ഈ കുട്ടിയുടെ സ്ഥാനത്ത് നിന്ന് മറ്റു പല കുട്ടികളും അവിടെ നിൽക്കുന്നുണ്ട്. ഇതുപോലെ പല സ്ഥാപനങ്ങളിലും ഇതുപോലത്തെ ചൂഷണം നടക്കുന്നുണ്ടാവാം. ആ ചൂഷണങ്ങൾക്കെതിരെ അതാത് ചൂഷണങ്ങളുടെ ഒരു സംഭവം പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ആരെങ്കിലും അറിയിക്കുമ്പോൾ അതാത് അതോറിറ്റികളും മറ്റുള്ള ആൾക്കാരും ഇതിനെക്കുറിച്ച് എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? ഇവിടെ ഒരേപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അധികൃതരടക്കം ഉത്തരവാദികളാണ് എന്നുള്ളതാണ്. എന്തായാലും അമീനയ്ക്ക് നീതി വേണം. ഞാനും അതിൻ്റെ കൂടെ ഉണ്ട്. ഇനിയൊരു വോയിസ് നിങ്ങളെ ഞാൻ പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. വളരെ വിഷമിപ്പിക്കുന്നൊരു വോയിസാണ്, കേൾക്കൂ. ഇവിടെ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനുണ്ടായിരുന്നു അവളൊപ്പം. അപ്പോൾ ഇവിടെ റിസൈൻ വരുന്നത് 15-ാം തീയതി. ഇന്നാണ് അവൾ ശരിക്കും റിസൈൻ ചെയ്ത് ഇറങ്ങേണ്ടിയിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ട് ഒരുപാട് വട്ടം ഇവിടെ അയാളുടെ അടുത്തൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ അയാൾ നല്ല അപ്രോച്ച് അല്ലായിരുന്നു നമ്മുടെ അടുത്ത്. ഭയങ്കരമായിട്ട് മെൻ്റലി ഹറാസ് ചെയ്തിട്ട് ഇവിടുന്ന് ഡൗൺ ആക്കും. പക്ഷെ അപ്പോഴൊന്നും നമ്മൾ ഇങ്ങനത്തെ ഒരു മൈൻഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ പൊതുവെ അങ്ങനെ പോണ ഒരാളല്ല. എന്നിട്ട് ശനിയാഴ്ചയാണ് ഇവിടെ അയാൾ ക്യാബിനിക്ക് വിളിക്കുന്നത്. നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിച്ച് നിൽക്കായിരുന്നു കാഷ്വാലിറ്റിയിൽ. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യണം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പിയായിട്ട് അവരോട് സംസാരിച്ച് ഫ്രണ്ട് ഇടയിലാണ് ഇയാളെ വിളിച്ചു കൊണ്ടതിന് ശേഷം അവിടെ എന്തുണ്ടായിരുന്നു ഒന്നും ആർക്കും അറിയില്ല. ഇതിന് മുമ്പ് ഇയാളെ പറ്റിയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തിരുന്ന എൻ്റെ ഒരു ഫ്രണ്ട്, അവൾ കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ മാനേജ്മെൻറ്റെന്നൊക്കെ പറഞ്ഞിരുന്നത് ഇവിടെ എങ്ങനെയാണ് പറ്റില്ലെങ്കിൽ നിനക്ക് പോവാം, ഇവിടെ എങ്ങനെയാണ് അയാളെ പറഞ്ഞേക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് നീതി കിട്ടില്ല എന്ന് അറിയുന്നതുകൊണ്ട് അവൾ സ്വയം അവിടെ നിന്ന് റിസൈൻ ചെയ്ത് ഇറങ്ങി പോവുക ചെയ്തു. അപ്പോൾ ഇവിടെ ഇവൾ 2 വർഷം കംപ്ലീറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ്, അതായത് നമുക്ക് അവകാശപ്പെട്ട സർട്ടിഫിക്കറ്റാണ് ചോദിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അയാൾ അതിൽ മോശമായിട്ട് എഴുതുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് മുന്നേ. പക്ഷേ അന്ന് വൈകുന്നേരം എന്താണ് അവളോട് പറഞ്ഞിരിക്കുന്നത് അവൾക്ക് മാത്രമേ അറിയുള്ളൂ. ഇവളത് കേട്ടിട്ട് ഹോസ്റ്റലിലേക്ക് കയറി പോകേണ്ടായത്. ഹോസ്റ്റലിൽ കയറി പോയതിന് ശേഷം ഫ്രണ്ട് തിരിച്ച് അവളെ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല, ഒന്നുമില്ല. അങ്ങനെ മോളിലേക്ക് കയറി പോയത്. മോളിൽ അങ്ങനെ ഹോസ്റ്റലിലേക്ക് കയറി പോകുന്ന സമയത്ത് ഇവിടെ മെഡിസിനൊക്കെ കഴിച്ച് മെഡിസിൻ കഴിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇവർക്ക് മെഡിസിൻ കഴിച്ച് കഴിഞ്ഞ് ഒരു അടയാളം ഉണ്ടാവില്ലല്ലോ. വേറെ ഇവിടെ കുറേ നോക്കി കൈ മുറിച്ചിട്ട് നമുക്ക് നോക്കിയിരുന്നു. പക്ഷേ അതൊന്നുമില്ല. പക്ഷേ മെഡിസിൻ കഴിച്ചത് ഒരു അടയാളം ഒന്നും ദേഹത്തുണ്ടാവില്ലല്ലോ. അതിൻ്റെ അസ്വസ്ഥത അവളപ്പോൾ കാണിച്ചിട്ടുണ്ടായില്ല. ഒരു 10 മിനിറ്റോളം ഇവിടെ അവളോട് സംസാരിച്ച്, പക്ഷേ ഇവിടെ തിരിച്ചൊന്നും മറുപടി ഒന്നും പറയുന്നുള്ളൂ. സംസാരിക്കണമെന്നും മറുപടി പറയുന്നില്ല. ഇങ്ങനെ കരയല്ലാതെ ഒന്നും തിരിച്ചൊന്നും പറയുന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു പോവുക ചെയ്തത്. ഒന്നും പറയാതെ ഇടയിൽ അവൾ പറഞ്ഞിരുന്നു താഴേക്ക് കൊണ്ടുപോയി. അവളെ എല്ലാവരും കൂടി വന്ന് താഴേക്ക് കൊണ്ടുപോയപ്പോൾ അവൾ പറഞ്ഞിരുന്നു ഞാൻ മെഡിസിൻ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. പക്ഷേ അപ്പോഴേക്കും അവൾ മരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും ഇങ്ങനെയൊന്നും ചിന്തിക്കാത്ത ഒരാളാണ്. അതിന് മാത്രം അയാൾ എന്താണ് പറഞ്ഞിരിക്കണമെന്നുള്ള അയാൾക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷേ അയാൾ പറഞ്ഞാൽ അവൾക്ക് മാനസികമാണ്, അവൾക്ക് അഫെയർ ഉണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവൾക്ക് അഫെയറുള്ള അവൾക്ക് മാനസികമായിട്ട് ഒരു പ്രശ്നമില്ലാത്ത കുട്ടിയാണ്. ഞങ്ങളൊക്കെ എൻ്റെ കൂടെ ഒരുപാട് സമയം ചിലവഴിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ അവൾക്ക് ഒരു മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടില്ല. അവളൊന്നിനും മരുന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. ഇയാൾ അങ്ങനത്തെ ഇതൊക്കെയാണ് അയാൾ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അവൾക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. ആ കുട്ടിക്ക് അഫെയർ ഉണ്ടായ ഇയാൾക്ക് എന്താ? ഇവൻ ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്നവനാ?
ആ പ്രായപൂർത്തിയായ ഒരു കുട്ടിയല്ലേ, അതിനൊരു പങ്കാളിയെ തിരഞ്ഞെടുക്കാനും ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമോ മറ്റുള്ള കാര്യങ്ങളോ ഉള്ള നാട്ടിലാണല്ലോ ജീവിക്കുന്നത്. ഇതിനെ ചോദ്യം ചെയ്യാൻ ആർക്കാ അധികാരമുള്ളത്? അതാണ് ചോദ്യം ചെയ്തത്. അപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു അഫെയറും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പം ഇത് വെച്ചിട്ട് ചിലപ്പോൾ ഈ പെൺകുട്ടിയെ മറ്റെന്തെങ്കിലും തരത്തിലേക്ക് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ അതിനുള്ള ശ്രമമല്ല ഇയാൾ നടത്തിയിരുന്നോ, അതിൻ്റെ മാനഹാനി കാരണം ആ കുട്ടി ജീവനൊടുക്കിയത് ആയിക്കൂടെ? പലതരത്തിൽ നമുക്ക് ചിന്തിക്കാമല്ലോ, നമുക്ക് ഏത് തരത്തിലാണോ ചിന്തിക്കാമല്ലോ. കാരണം വളരെ സന്തോഷവതിയായി നടന്നൊരു പെൺകുട്ടി, വളരെ ബോൾഡായ ഒരു പെൺകുട്ടി ഇങ്ങനൊരു കാര്യത്തിലേക്ക് അവിടുത്തെ ഈ കണ്ട മരുന്നുകളെല്ലാം വാരിക്കൂട്ടി എടുത്ത് വെച്ച് കഴിച്ച് അത് മരണത്തിലേക്ക് നടന്നു കയറണമെങ്കിൽ ചുമ്മാ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് പറ്റുന്നേ ഇല്ല, എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല. കേൾക്കുമ്പോൾ തന്നെ സങ്കടം വരുവാടെ, എന്തുവാടെ ഇത്. ചില കമൻറ്റ് ബോക്സിൽ അത് പോട്ടെ, അത് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. കാരണം ഇപ്പം ഞാനൊരു ഹ്യൂമൻ ബീയിങ് ആണ്. ആസ് എ ഹ്യൂമൻ ബീയിങ് എനിക്ക് എൻ്റെ ജീവിതത്തിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. ഒന്നും നേടാനും പറ്റത്തില്ല, നീ ഇവിടെ നേടിയിട്ടുള്ള കാര്യം ഇവിടെ നിന്ന് ഇതിന് ശേഷം ഇവിടെ നിന്ന് കൊണ്ടുപോകാനും പറ്റത്തില്ല. ആ ബോധ്യം പൂർണ്ണമായി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഇവിടെ ഒന്നും അടയാളപ്പെടുത്തപ്പെടുന്നില്ല. ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യനും ഒന്നും അടയാളപ്പെടുത്തുന്നില്ല. ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാനില്ല. നിങ്ങൾ ജീവിക്കുന്നത്, നിങ്ങൾ ഉണ്ടാക്കുന്നത് കോടിക്കണക്കിനാണോ ബുർജ് ഖലീഫയുടെ ഏറ്റവും മുകളിലുള്ള ഒരു റൂമാണെങ്കിലും ആ സാധനമാണെങ്കിലും നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മളാണെങ്കിലും എന്താണെങ്കിലും അത് ആ ജീവിച്ചിരിക്കുന്ന കാലം വരത്തേക്ക് മാത്രം ഉപകാരപ്പെടും. അതിനുശേഷം ഒന്നുമില്ല. പിന്നെ മതങ്ങളും മറ്റുള്ള ആൾക്കാരൊക്കെ ഈ സ്വർഗത്തിലും നരകത്തിലൊക്കെ പോയിട്ട് വന്നവരായതുകൊണ്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അവർ പോയിട്ട് വന്നവരാണല്ലോ, അവർക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും മറ്റേ ഒരുപാട് കഥകൾ. പാൽപ്പുഴ, സ്വർണ്ണപ്പുഴ, മറ്റേ പുഴ, മറിച്ച പുഴ, ഇനി അവിടെ പോയി കഴിഞ്ഞാൽ വേറെ സുഖ സൗകര്യങ്ങൾ, മറ്റത് മറിച്ചത്. മരിച്ചാലാണ് അവിടെ പോകാൻ പറ്റുക, പക്ഷേ മരിച്ചു പോയി ആരൊക്കെ വന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ പേരിൽ നമ്മൾ ജീവിച്ചു പോകുന്നുണ്ട്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, നിങ്ങൾ ഈ ചിന്തിക്കുന്ന ആൾക്കാരോട് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് കിട്ടുന്ന ഈ നിമിഷം മുതൽ അങ്ങോട്ട്, ഇന്നലെ വരെ വിട്ടേക്ക്, ഈ കഴിഞ്ഞ നിമിഷം വരെ വിട്ടേക്ക്, ഈ നിമിഷം മുതൽ അങ്ങോട്ട് നിങ്ങൾ ജീവിക്കുക. ഏത് പ്രായമെന്നോ ഒന്നും നോക്കണ്ട. ഏജ് മറ്റുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ മാനസികമാണ്. നിങ്ങളുടെ ഏജ് നിങ്ങളുടെ മനസ്സുമായിട്ട് റിലേറ്റഡ് ആണ്, അല്ലാതെ വർഷത്തിൻ്റെ റിലേറ്റഡ് അല്ല. അതുകൊണ്ട് അത് മുന്നോട്ട് പോട്ടെ, നിങ്ങൾ ജീവിക്കുക. ഇതുപോലുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള പടുവിഡ്ഢികൾ നിങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി വന്നാൽ, നിങ്ങൾ ദയവായി നിങ്ങൾ ശബ്ദം ഉയർത്തി സമൂഹത്തിനോടോ ഏറ്റവും വേണ്ടപ്പെട്ടവരോടോ പറയുക. അല്ലാതെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെ കണ്ണീരിലാഴ്ത്തി നിങ്ങൾ ഇതുപോലെ നടന്നു കയറി മരണത്തിൻ്റെ ആ വഴികളിലേക്ക് പോകരുത്. ഇവിടെ ജീവിക്കാനാണ് നിങ്ങൾ വന്നത്. നമുക്ക് എല്ലാവർക്കും ജീവിച്ചേ പറ്റൂ. സർവൈവലാണ് ഈ ഭൂമിയിലുള്ളത്. ഇവോൾവ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകേണ്ടവരാണ്. അല്ലാതെ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒരു തേങ്ങയും ചെയ്യാൻ അവിടെ ഇല്ല. അവിടെ മാനേജ്മെൻറ്റിൽ തന്നെ ഒരു പരാതി പറഞ്ഞാലും നമ്മളെ ഭാഗത്ത് നിൽക്കുന്ന ഒരാൾ പോലും അവിടെ ഇല്ല. സീനിയേഴ്സ് ആയിക്കോട്ടെ, ആരും നമ്മളെ ഭാഗത്ത് നിൽക്കുന്ന ഒരാൾ പോലും നമ്മളെ ഭാഗത്ത് ശരിയാണെങ്കിൽ നമ്മൾ മാത്രമേ സംസാരിക്കുള്ളൂ. ബാക്കി ഒരൊറ്റ ആൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ല. ഞങ്ങളുടെ ഏജിലുള്ള കുറച്ച് കുട്ടികളാണ് അവിടെ എന്തെങ്കിലും കൂടെ ഉണ്ടാവുള്ളൂ. പക്ഷേ ബാക്കിയുള്ളവർ ആർക്കും ഒരു മനസാക്ഷി ഉണ്ടാവില്ല. ആരും നമ്മൾ തിരിഞ്ഞു പോലും നോക്കില്ല. നമുക്ക് എന്തെങ്കിലും പറ്റിയാലും, നമ്മുടെ ഡ്യൂട്ടി സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും പറ്റിയാലും അതെ, നമ്മളെ പേഴ്സണലി നമുക്ക് എന്ത് പറ്റിയാലും അതെ, ഒരാളും ഒന്നിനും നമ്മൾ അനുകൂലിച്ച് നമ്മളപ്പോൾ നിൽക്കില്ല. എൻ്റെ ഫ്രണ്ടിന് അനുഭവം ഉണ്ടായപ്പോൾ ആ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് പറഞ്ഞതാണ്, ഇവിടെ എങ്ങനെയാണ് പറ്റുന്നവർ നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇപ്പോഴും അവിടെ അങ്ങനെ പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഒരാൾ മരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് പേര് അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞിട്ട് എല്ലാവരും ആത്മഹത്യ ചെയ്താലാണ് അവർക്ക് നീതി കിട്ടണമെന്നില്ലല്ലോ. നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നതെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പോക്ക് എങ്ങോട്ടാണെന്ന് ആലോചിച്ച് നോക്ക്. ആ കുട്ടിയുടെ സ്വപ്നങ്ങൾ പോലെ നിങ്ങളുടെയും എൻ്റെയും തലച്ചോറിനകത്ത് കുറേ സ്വപ്നങ്ങളുണ്ട്. സ്വപ്നം നടപ്പിലാക്കാൻ ജീവൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറേ നിലനിർത്താൻ വേണ്ടി കുറേ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം. ഇവിടെ ആ കുട്ടി പോയി, ഇനി ആ കുട്ടി ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മുന്നിൽ പ്രതിയാവുക ചെയ്യാതെ. ആ ഹോസ്പിറ്റലിൽ മെയിൻ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇതുവരെയായിട്ട് അവർ ഈ ന്യൂസ് ഒന്ന് പബ്ലിഷ് ചെയ്യുക ഒരു ന്യൂസ് ചാനലിലും ലോക്കൽ ചാനൽസിലല്ലാതെ ഒരു ന്യൂസ് ചാനലിൽ ഇത് അത്ര വലിയ വാർത്തയായിട്ട് കണ്ടിട്ട് പോലും ഇല്ല. അവിടെ ഹോസ്പിറ്റലിൽ തൊട്ടടുത്തുള്ള ആൾക്കാർ പോലും പലരും ഈ വിവരം അറിഞ്ഞിട്ടില്ല ഇതുവരെ. ഈ നാട്ടുകാർ അറിഞ്ഞിട്ടില്ല, ആ ഹോസ്പിറ്റലിലെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ പോലും ഈ വിഷയം അറിഞ്ഞിട്ടില്ല. അവൾ അത്രത്തോളം വിഷമം സഹിച്ചിട്ടാണ് മരിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. അത് വേറെ ഒന്നിനും പേരില്ല. അയാൾ മെൻ്റലി ഹറാസ് ചെയ്ത ഒരൊറ്റ കാരണത്തിൽ അവൾ മരിച്ചിരിക്കണം. അയാളുടെ പൂർണ്ണ ഉത്തരവാദിത്തം അയാൾക്കാണ്. അയാൾ അവളെ കൊന്നു എന്ന് തന്നെ ഞങ്ങൾ പറയും. ഇത് ആ കുട്ടിയുടെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നിട്ടുള്ളതാണ്. എന്താ പറയുക, ഇങ്ങോട്ട് നോക്ക്. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഒരിഷ്ടവുമില്ലാതെ തൻ്റെ ജോലി തുടർന്നു. 3 ദിവസം കൂടി കഴിഞ്ഞ് വീട്ടുകാരും കൂട്ടുകാരും അടിച്ചു പൊളിക്കണം എന്ന് പറഞ്ഞ അവളുടെ അവസാനത്തെ കോൾ ഇന്നലെ ഒരു ദിവസം കൊണ്ട് എല്ലാം അവസാനിപ്പിച്ചു അവൾ. ഇതിന് കാരണക്കാരായത് ഒരുമിച്ച് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന GM. അത്രമേൽ ബോൾഡായിരുന്ന കുട്ടി ഇന്നലെ കാരണക്കാരനായിരുന്നത് GM. അത്രമേൽ ബോൾഡായിരുന്ന കുട്ടി ഇന്നലെ ഒരു ദിവസത്തെ അവൾ അത്രമേൽ വേദനിപ്പിച്ച അവനെ വെറുതെ വിടരുത്. ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി എല്ലാം സഹിച്ചു നിൽക്കുന്ന എത്രയോ പേർ ഹോസ്പിറ്റൽ വർക്കേഴ്സുണ്ട്.
ആമിക്കുണ്ടായ ഈ അവസ്ഥ ഇനി ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. ഇനി അവൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് അവനുള്ള ശിക്ഷ നീയായ നിൻ്റെ ശബ്ദമായി ഞങ്ങളുണ്ട്, ശിക്ഷയാണ്. ഉറച്ച ശബ്ദത്തിൽ ആ കൂട്ടുകാരെല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രതിരോധിക്കുന്നുണ്ട്. ആ പ്രതിരോധത്തിനൊപ്പം നിങ്ങൾക്കൊപ്പം എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാനുമുണ്ട്. എന്നായിരുന്നാലും ഈ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ എനിക്കെന്തോ പോലെ തോന്നുന്നു. കുട്ടി മാപ്പ്, ഈ ഭൂമിയിലേക്ക് നീ ജനിച്ചതിന്. ഇപ്പോൾ എനിക്ക് അത് മാത്രമേ പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഞാൻ ഈ ഭൂമിയിലുള്ള ഒരു ഇരുകാലിയാണല്ലോ. സോ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റിസ് ഫോർ അമീന നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണുന്ന റീസ്. ബൈ.